നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കള്ള ലക്ഷണമുണ്ട്. മാത്രമല്ല അവനെ ഞാൻ മറ്റെവിടെയോ കണ്ടിട്ടുണ്ട് ദർശനെ. എവിടെ വെച്ച അവനെ കണ്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വരാത്തത്. ആ രൂപേഷേട്ടാ, ഇന്ന് കോച്ചിങ് സെന്ററിലെ ഫിസിക്കൽ ട്രെയിനിങ് ആയിരുന്നു. എത്ര റൗണ്ട് ഓടിച്ചെന്നറിയോ? ഒന്നും രണ്ടൊന്നും അല്ല, 16 റൗണ്ട്. കാലൊക്കെ നന്നായിട്ട് വേദനിക്കുന്നു. ഒരു IPS ആയിരിക്കും കാലൊക്കെ വേദനിക്കുന്നു. നീ അവിടെ ഇരിക്കും, ഞാൻ തിരുമ്പി തരാം. ഇപ്പൊ വേണ്ട, എനിക്ക് കുറച്ച് നിയമങ്ങളും സെക്ഷൻസും ഒക്കെ നോക്കാനുണ്ട്. അവനങ്ങനെ എവിടെ വെച്ച അവനെ കണ്ട്? പിടികിട്ടി ദർശനെ, പിടികിട്ടി. അവനെ ഞാൻ കുരിശടിയിൽ വെച്ചാ കണ്ടത്. ആരെ? ഇന്ന് വീണയോടൊപ്പം ഐസ്ക്രീം പാർലറിൽ വെച്ച് കണ്ടവനെ. ദർശനെ കോച്ചിങ്ങിനെ കൊണ്ടാക്കിയിട്ട് മടങ്ങി വരുമ്പോ ആ കുരിശടി ജംഗ്ഷനില് ആളുകളൊക്കെ കൂടി ചേർന്നേ അവനെ തല്ലുന്നുണ്ടായിരുന്നു. തല്ലുകയോ? എന്തിന്? ഏതോ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞായിരുന്നു അവിടെ ആളുകൾ എല്ലാവരും കൂടി അവനെ തല്ലിയത്. അവസാനം അവിടെയുള്ള എല്ലാവരും കൂടി അവനെ പോലീസിൽ ഏൽപ്പിക്കായിരുന്നു. രൂപേഷേട്ടാ, രൂപേഷേട്ടന് ആള് മാറിയതായിരിക്കും. അല്ല ദർശനെ, എനിക്ക് ഉറപ്പാ അത് അവൻ തന്നെയാ. അവന്റെ കയ്യിൽ നിന്ന് വീണെ രക്ഷപ്പെടുത്തണം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച അപ്പച്ചിക്ക് അത് സഹിക്കില്ല. ദർശന വാ, നമുക്ക് വീണയോട് കാര്യം പറയാം. രൂപേഷേട്ടാ, വീണയോട് എന്ത് പറയാൻ? ഒരു പക്ഷേ രൂപേഷേട്ടൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരടുപ്പം ആയിരിക്കില്ല അവർ തമ്മിൽ. അല്ല ദർശനെ, നീ വാ, നമുക്ക് വീണയോട് പറഞ്ഞില്ലെങ്കിലും അപ്പച്ചിയോട് കാര്യം പറയാം. അപ്പച്ചി അവളെ വിലക്കട്ടെ. രൂപേഷേട്ടാ, ഈ രാത്രി ഏതായാലും ഒന്ന് കഴിയട്ടെ. നാളെ നേരം വെളുത്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാ തീരുമാനിക്കാം. ഗീതമ്മയുടെ മോള് നമുക്ക് നമ്മുടെ അഞ്ജനെ പോലെ. അവളെ അപകടത്തിലേക്ക് തള്ളിവിടാൻ നമുക്ക് പറ്റില്ലല്ലോ. രൂപേഷേട്ടൻ ആരെയും കുറ്റം പറയുന്ന ഒരാളല്ല. അപ്പോ രൂപേഷേട്ടന്റെ കാഴ്ചയും പിഴക്കില്ല. അതല്ല ദർശനെ, വീണ എന്നെ കണ്ടപ്പോ പേടിച്ചതുകൊണ്ടാ അവര് തമ്മിലുള്ള അടുപ്പം അത്ര ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞത്. രൂപേഷേട്ടാ, ഒറ്റ നോട്ടത്തിലേ ഇത്രയും സൂക്ഷ്മമായി കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുമെങ്കിലേ ഈ തലയ്ക്ക് IPS തൊപ്പി ചേരുന്നത്. വേണ്ട, കളിയാക്കണ്ട. ഈ IPS കാരിക്ക് മാത്രമല്ല, IPS കാരിയുടെ ഭർത്താവിനും ഈ നാട്ടില് നല്ല വിലയാ. അത് മറക്കണ്ട. എന്റെ രൂപേഷേട്ടാ, ഈ ദർശന യൂണിഫോമും പദവികളുടെ എത്ര നക്ഷത്രങ്ങളും ചാർത്തി വന്നാലും ഈ താലി ഈ നെഞ്ചോരം ചേർന്നിങ്ങനെ കിടക്കുന്നുണ്ടാവും. അതാ അധികാരങ്ങളെക്കാൾ ഈ ദർശനെ ഭ്രമിപ്പിക്കുന്ന സ്വകാര്യ അഹങ്കാരം. ദർശന ഇരിക്ക്, ഞാൻ കാല് തടവി തരാം. ഇപ്പൊ വേണ്ട രൂപേഷേട്ടാ, ഇപ്പൊ വേദനയൊന്നുമില്ല. അത് പറഞ്ഞാ പറ്റില്ല, നീ ഇരിക്കാൻ കൊണ്ട് ഞാൻ തടവി തരാം. രൂപേഷേട്ടാ, പറയുന്ന കേക്ക്. എനിക്ക് നാളെ ടെസ്റ്റാ, പഠിക്കാൻ ഒരുപാടുണ്ട്. വേണ്ട, ഇരിക്ക്. രൂപേഷേട്ടാ, അത് ശരിയാവില്ല. ഞാൻ കാല് തടവി തന്നിട്ട് നീ പോയി പഠിച്ചോ. ഒന്നും വേണ്ട. മിണ്ടല്. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന പോയോ? എന്താ മോളെ, വാ. അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞോ? ഏയ്, അമ്മയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മാർക്കറ്റിൽ നിന്ന് ഇന്ന് വരേണ്ട കളക്ഷൻ
32 ലക്ഷം. വന്നത് 28 ലക്ഷം. ആവറേജ് എടുക്കുമ്പോ കൂടുതലാണല്ലോ ഇന്ന്. ഏകദേശം മുഴുവൻ തുകയും കളക്ട് ആകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഗുഡ്. ഈ എംപ്ലോയീസിന്റെ ഹെൽത്ത് കാർഡ് പുതുക്കിയല്ലേ, അത് നന്നായി. എംപ്ലോയീസിന് അതൊരു ആശ്വാസമാകും. ചേച്ചി, മറ്റൊരു കമ്പനിയും അവരുടെ സ്റ്റാഫുകൾക്ക് ഇങ്ങനൊരു മെഡിക്കൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. വർഷാവർഷം 56 ലക്ഷം രൂപയാ നമ്മൾ ഇതിനു വേണ്ടി കളയുന്നത്. അറിയാം. മറ്റുള്ള കമ്പനികളൊക്കെ ശമ്പളം കുറച്ചിട്ട് തൊഴിലാളികളെ ESIയിൽ ചേർക്കുമ്പോ നമ്മൾ അവർക്ക് വലിയ തുകയുടെ ഇൻഷുറൻസ് ഗ്യാരണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതായാലും തൊഴിലാളികൾക്ക് വേണ്ടി വിശ്വേട്ടൻ തുടങ്ങി വെച്ചതല്ലേ, അത് മുടക്കണ്ട. ശരി ഏട്ടത്തി. പവി, ആ ചേച്ചി, ആ ബാംഗ്ലൂർ കമ്പനിയുടെ ഫയലിംഗ് എടുത്തേ. ദാ. ദാ ചേച്ചി. എന്താ അയാളുടെ പേര്? സോമസുന്ദരം. ഓ, സോമസുന്ദരം. ആഹാ, ഈ കമ്പനി 25 ലക്ഷം രൂപ തിരികെ അടച്ചിട്ടുണ്ടല്ലോ. അതെ ചേച്ചി. അമ്മേ, ആ ആ ദർശന, ബാംഗ്ലൂരിലെ സോമസുന്ദരത്തിന്റെ കമ്പനി വായ്പാ തുകയുടെ ഇൻസ്റ്റാൾമെന്റ് 25 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. ആണോ? ഞാനും നോക്കട്ടമ്മേ. ചേച്ചി, വിശ്വേട്ടൻ പറയാറുണ്ട് പരസ്പര വിശ്വാസത്തിലാണ് കമ്പനിയുടെ വളർച്ചയെന്ന്. വെറുതെ ക്ലയൻസിനെ സംശയിക്കുകയും അപഖ്യാതി പരത്തുകയൊക്കെ ചെയ്യുന്നത് ഇത്തരം സാമ്പത്തിക ബിസിനസ്സുകൾക്ക് ഫേവർ അല്ല. അമ്മേ, എനിക്കിതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ആ, എന്നാ നിങ്ങൾ പൊയ്ക്കോ. ശരി ഏട്ടത്തി. എന്താ? അമ്മേ, അങ്ങനെ ഒരു തുക ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കണ്ടില്ലല്ലോ. ആ, ബാംഗ്ലൂർ കമ്പനിയുടെ പേരിലോ സോമസുന്ദരത്തിന്റെ പേരിലോ 25 ലക്ഷം രൂപ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. ഏയ്, മോൾ ഒന്നുകൂടെ നോക്ക്. ഇല്ലമ്മേ, പവിത്രൻ സാറ് വെറുതെ പറഞ്ഞതാ. ഏയ്, പവി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചിലപ്പോ ബാങ്കിലെ വല്ല ടെക്നിക്കൽ എററും ആയിരിക്കും. അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ പവിത്രൻ സാറിനെ വിളിച്ചോണ്ട് വരാം. അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് തെളിയിച്ചു തരാം. ദർശന, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും ഉറപ്പില്ലാത്ത കാര്യങ്ങളിലും തർക്കം പാടില്ല. അമ്മേ, അത് ഇങ്ങത്താ, ഞാൻ നോക്കട്ടെ. പവിയേട്ട, രാജവല്ലി വിളിച്ചിരുന്നു. തൃച്ചംബരത്തെ മാധവമേനോന്റെ ഭാര്യ രാജവല്ലി. അവരൊരു പ്രപ്പോസൽ കൊണ്ടുവന്നു നമ്മുടെ ശ്രേയയ്ക്ക്. ഇപ്പൊ അതൊന്നും കേൾക്കാൻ പറ്റിയ മൂഡിലല്ല ഞാൻ.